നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിച്ചപ്പോൾ നടന്നത് നാടകീയ രംഗങ്ങൾ. അഫാനെ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിച്ചപ്പോൾ യാതൊരു കൂസലും പ്രതിക്കില്ലായിരുന്നു. മാത്രമല്ല, നിർവികാരനായി നിൽക്കുന്ന പ്രതിയെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പ്രതി മാസ്ക് ധരിച്ചിരുന്നു, പക്ഷേ കണ്ണുകളിലൊന്നും യാതൊരു രീതിയിലുള്ള ഭാവമാറ്റവും പ്രകടമായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതക കേസിലെ പ്രതി, ആ പ്രതിയെ കാണാൻ നിരവധി പേരാണ് കോടതി മുറ്റത്തെത്തിയത്. ചിത്രമെടുക്കാൻ മൊബൈൽ ഫോണുമായി നിരവധി പേർ കാത്തുനിന്നു. ഈ കാത്തുനിന്നവരിൽ സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയം. ആരെയും അടുത്തു വരാൻ സമ്മതിച്ചില്ല പോലീസ്. കനത്ത സുരക്ഷയാണ് അഫാനെ ഈ കോടതിയിലെത്തിച്ചപ്പോൾ പോലീസ് ഒരുക്കിയിരുന്നത്. പ്രത്യേകിച്ചും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കേസിൽ പ്രതിയാകുമ്പോൾ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് പോലീസ് അഫാനെ കോടതിയിൽ എത്തിച്ചതും മടക്കി കൊണ്ടുപോയതും. പലപ്പോഴും ഈ ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ വേഗത്തിൽ ഓടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഓടുന്നതിനനുസരിച്ച് അഫാനും ഓടേണ്ടുന്ന സാഹചര്യം വന്നു. അപ്പോഴും ഈ മൊബൈൽ ഫോണുകളുമായി കൂടെ നിന്നവരും ഇതിന് പിറകെ ഓടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ചാനൽ ക്യാമറകളെയും വെട്ടിക്കാൻ പോലീസ് നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കെട്ടിടത്തിൽ 2ാം നിലയിലെ കോടതി മുറിയിലെത്തിച്ച് 5 മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി തിരിച്ചിറങ്ങുകയും ചെയ്തു. എന്തായാലും പ്രതി അഫാനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ മാസം 8 വരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ വൈകുന്നേരം വരെ ഇയാളെ ചോദ്യം ചെയ്തു. എന്തായാലും ഇന്ന് തെളിവെടുപ്പ് നടത്തും എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ തെളിവെടുപ്പിന് ഇന്ന് നടക്കാനിരിക്കെ നിർണായകമായ മറ്റു സംഭവങ്ങൾ കൂടി ഇന്ന് ജയിലിലുണ്ടായി. അതായത് പ്രതി ഇന്ന് തലകറങ്ങി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഉടനെ തന്നെ പോലീസ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാത്തതിൻ്റെ ആ ഒരു രീതിയിലാണ് ഇത്തരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതി ഇപ്പോൾ ആരോഗ്യനില കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ പാങ്ങോട്, അതായത് മുത്തശ്ശിയുടെ വീട്ടിലായിരിക്കും തെളിവെടുപ്പിന് കൊണ്ടുവരിക. കാരണം ആദ്യ കൊലപാതകം അവിടെയാണ് സംഭവിച്ചത്. സൽമ ബീവിയാണ് ആദ്യമായി കൊലപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആയിരിക്കും തെളിവെടുപ്പിന് ആദ്യം എത്തിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് പോയിരുന്നു. സ്റ്റേഷനിലെത്തി ആദ്യം ലോക്കപ്പിലും പിന്നീട് ഇൻസ്പെക്ടർ മുറിയിലും ഇരുത്തി വൈകിട്ട് വരെ ചോദ്യം ചെയ്തു. നെടുമങ്ങാട് കോടതി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതി അഫാനു വേണ്ടി ഹാജരായത് കോൺഗ്രസ് ആര്യനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഉവൈസ് ഖാനാണ്. താൻ ഹാജരായത് ജില്ലാ ജഡ്ജി ചെയർമാനായ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉവൈസ് ഖാൻ പറഞ്ഞു. അഭിഭാഷകർ ഇല്ലാത്തവർക്ക് വേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷകരെ നൽകാറുണ്ട്. അതുകൊണ്ടാണ് അഫാനു വേണ്ടി താൻ ഹാജരായത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നിർണായകമായ മൊഴികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രതി അഫാൻ പറഞ്ഞിരിക്കുന്നത് മാല ചോദിച്ചിട്ട് തരാത്തത് കൊണ്ട് സൽമ ബീവിയെ കൊലപ്പെടുത്തിയെന്നാണ്. കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ട് കൊന്നു എന്നാണ് അഫാന്റെ മൊഴി. 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്തിന് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൊലപാതകത്തിന് ശേഷം മാല ഊരിയെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുവെന്നും അഫാൻ പറഞ്ഞു. അഫാനുമായി പോലീസ് കൊലപാതകം നടന്ന പാങ്ങോടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തും. അതേസമയം അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് മാതാവ് ഷെമി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ ഒരു മരണവിവരം, അതായത് ഇളയ മകന്റെ മരണവിവരവും മറ്റു കാര്യങ്ങളുമൊക്കെ ഷെമിയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അന്വേഷണത്തിൽ ഷെമീനയ്ക്ക് അല്ലെങ്കിൽ ഷെമീനയ്ക്ക് അറിയാവുന്ന സത്യങ്ങൾ കൂടി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരും. അതുകൊണ്ട് തന്നെ ഷെമീനയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുക എന്ന ലക്ഷ്യത്തോടെ ഇളയ മകന്റെ മരണവിവരം കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. ബന്ധുക്കൾ തന്നെയാണ് ഈ ഒരു മരണവിവരം ഷെമീനെ അറിയിച്ചത്. ICUവിൽ തുടരുന്ന ഷെമിയോട് ഘട്ടം ഘട്ടമായി കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങൾ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇളയ മകന്റെ ഒരു മരണവാർത്ത അറിയിച്ചു എന്ന വിവരവും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഈ അതിക്രൂരമായ കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്നും ഒരു നാട് ഇതുവരെയും മുക്തമായിട്ടില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ കൊലപാതക കാരണം? അഫാൻ പറയുന്നത് പോലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇത്രയും പേരെ വകവരുത്തിയത്? ഈ ചോദ്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആയിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകങ്ങളുണ്ടായത്. അഫാൻ എന്ന പ്രതി ഓടി നടന്നാണ് 5 പേരെ കൊലപ്പെടുത്തിയത്. അതിൽ 6 പേരെ ആക്രമിച്ചു, 5 പേർ കൊല്ലപ്പെട്ടു. അതിൽ രക്ഷപ്പെട്ടത് അഫാന്റെ മാതാവ് ഷെമി മാത്രമാണ്. അഫാന്റെ
പിതൃമാതാവിനെ സൽമ ബീവിയെ വീട്ടിലെത്തി കൊലപ്പെടുത്തി. അതിനുശേഷം ഓരോരോ കൊലപാതകങ്ങളായി ചെയ്യുകയായിരുന്നു. ബന്ധു ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, അതുപോലെ തന്നെ തൻ്റെ കാമുകിയെ ഫർസാന, അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട അനിയൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ എന്ന ക്രൂരപ്രതി ഓടി നടന്ന് കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. നമ്മൾ സമീപകാലങ്ങളിൽ കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും അതിക്രൂരമായ കൊലപാതകമായി ഇത് മാറിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു തലമുറയ്ക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും പേരെ കൊല്ലാൻ സാധിച്ചു, അല്ലെങ്കിൽ തന്നെ അവരുടെ നിലവിളി കേൾക്കുമ്പോഴെങ്കിലും നമ്മൾ അതായത് നമ്മുടെ മുന്നിൽ നിന്ന് ഒരാൾ പ്രാണന് വേണ്ടി നിലവിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ നമ്മളൊന്ന് അറക്കില്ലേ, ഈ ഒരു അറപ്പ് പോലും ഈ അഫാൻ എന്ന പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്ന സത്യാവസ്ഥയാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര പേരുടെ രക്തം കണ്ടു, ഒരാളുടെ രക്തം കണ്ടിട്ടും അടങ്ങിയില്ല അഫാൻ എന്ന പ്രതി. അയാളുടെ ഉള്ളിലെ കലി, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ ആ പ്രതികാര മനോഭാവം അവിടെയൊന്നും തീർന്നില്ല എന്ന ഒരു വസ്തുതയും കൂടി ഈ സംഭവത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പിതാവ് അബ്ദുൾ റഹീമിനെയും ഈ പ്രതി അഫാനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് അവ്യക്തതകൾ തുടരുന്നതിനാൽ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിൽ കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.